ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഹോം ഓട്ടോമേഷൻ ആണ്. വീടുകളിൽ സുരക്ഷാ സംവിധാനം എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ സ്വിച്ചുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നാട്ടിലിരുന്നും അത് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ലോകത്ത് എവിടെ ഇരുന്നാലും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് ടെക്നോളജികൾ വികസിച്ചതനുസരിച്ച് ഇങ്ങനെയുള്ള ബെനിഫിറ്റൊക്കെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വിദേശത്തായിരിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ ശാരീരികമായിട്ട് അവശരായ പേരൻസ് ആണെങ്കിൽ ബേസിക്കായിട്ട് അവർക്ക് ഫാൻ ഓഫ് ചെയ്യുക, ലൈറ്റ് ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ AC ഓഫ് ചെയ്യുക, ഈവൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ വരെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ, അവർ മറന്നുപോയാൽ മറ്റുള്ളവർ വിളിക്കാതെ ആശ്രയിക്കാതെ എവിടെ ഇരുന്നും അവരുടെ മക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതാണ് ഹോം ഓട്ടോമേഷൻ്റെ പ്രയോജനം. CCTV ക്യാമറ റൂമിൽ അകത്ത് മുഴുവൻ ഉണ്ടായിരിക്കുമല്ലോ, അതിലൂടെ അവർക്ക് അവരെ കാണുവാനും അതുപോലെ ഈ ഓട്ടോമേഷൻ കൺട്രോളിലൂടെ വീടിനെ കൺട്രോൾ ചെയ്യാനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ വീടുകളിൽ സെർവൻറ്റോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നും ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പം അതിനായിട്ട് അവരെ ആശ്രയിക്കാതെ ഇവർക്ക് മക്കൾക്ക് CCTVയിലൂടെ കാണുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ടും സാധിക്കും. അവർ ലോകത്ത് എവിടെ ഇരുന്നാൽ പോലും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മേന്മ. വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾക്ക് ധൈര്യമായിട്ട് പോകാനായിട്ട് സാധിക്കും. മാതാപിതാക്കളെ അവിടെ ഇരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഹോം ഓട്ടോമേഷൻ്റെ പ്രയോജനം. റിമോട്ടായി തന്നെ അല്ലെങ്കിൽ മൊബൈലിൽ കൂടി തന്നെ വീട്ടിലെ ലൈറ്റുകൾ ഓണാക്കുക, ഓഫാക്കുക, അതുപോലെ തന്നെ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുക എല്ലാം സാധിക്കും. പ്രായമുള്ള മാതാപിതാക്കൾ മാത്രം വീട്ടിലുള്ളപ്പോൾ അവർക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനും സാധാരണ അവർക്ക് പ്രായമുള്ളപ്പോൾ നമ്മളിതൊക്കെ മറന്നു പോകുമല്ലോ, ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ മറന്നു പോകും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ മക്കൾ വിദേശത്തിരുന്ന് അവർ ചെയ്തോളും. അതുപോലെ തന്നെ ഇനി ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുവാനും ഗേറ്റ് തുറന്നു കൊടുക്കുവാനും ഒക്കെ ഈ മെത്തേഡിലൂടെ അവർക്ക് സാധിക്കും. അതിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സാധിക്കും എന്നുള്ളതാണ്. എന്തെല്ലാം പുരോഗമനങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നിരിക്കുന്നത് അല്ലേ. ഇത് വളരെ ചിലവ് കുറഞ്ഞ മെത്തേഡും ഉണ്ട്. അതിനനുസരിച്ച് ഓരോ ബെനിഫിറ്റും കൂടും തോറും അതിൻ്റെ ചിലവുകളൊക്കെ കൂടി വരും. ഇപ്പം വിദേശത്തുള്ള മക്കളൊക്കെ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്താണ് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇപ്പം മാതാപിതാക്കൾ തന്നെ ആയാലും ചിലപ്പോൾ മാതാപിതാക്കളും സെർവൻറ്റും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ സെർവൻ്റൊക്കെ വന്നു പോകുന്നവരായിരിക്കാം. അവർ പ്രായമുള്ള മാതാപിതാക്കൾ മാത്രമേ വീട്ടിലുള്ളായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ബെനഫിറ്റാണ്. അവർക്ക് CCTVയിലൂടെ കാണുകയും അതിനനുസരിച്ച് അവർക്ക് അതിൻ്റെ കൺട്രോള്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ മെഷീൻസൊക്കെ ഓപ്പറേറ്റ് ആണെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യുവാനും അതുപോലെ ലൈറ്റ് കൃത്യസമയത്ത് ഇടുവാനും ലൈറ്റ് കൃത്യസമയത്ത് ഓഫ് ചെയ്യുവാനും അതുപോലെ തന്നെ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ഗേറ്റ് തുറന്നു കൊടുക്കുവാനും അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ വീട്ടിൽ ഇപ്പോൾ കള്ളന്മാരോ അല്ലെങ്കിൽ കുർവാസ അങ്ങനെയുള്ളവരൊക്കെ വീട് ആക്രമിച്ചാലോ അതൊക്കെ അവർക്ക് കാണുവാനും അതുപോലെ തന്നെ അടുത്തുള്ള ബന്ധുക്കളെയൊക്കെ അറിയിക്കുവാനും അതുപോലെ വാതിൽ തുറന്നു കൊടുക്കുവാനും ഗേറ്റ് തുറന്നു കൊടുക്കുവാനും ഒക്കെ അവർക്ക് ലോകത്ത് എവിടെ ഇരുന്നും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മേന്മ. ഇതുപോലെയുള്ള സ്വിച്ചുകൾ പല സ്ഥലത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് അവർക്കത് ചെയ്യുവാൻ സാധിക്കുന്നത്. കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കും. വിദേശത്തെ ഏത് രാജ്യത്തിരുന്നും അവർക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മേന്മ. ഇത് എൻ്റെ അമ്മ വീടാണ്. അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അതിശയമായിപ്പോയി. കാരണം മക്കൾക്ക് ധൈര്യമായിട്ട് ഇനി വിദേശത്തേക്ക് പോകാം, മാതാപിതാക്കളെ അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അവർക്ക് നമ്മളെ വീട്ടിലടുത്തിരിക്കുന്നത് പോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടും അതുപോലെ തന്നെ അവരെ സഹായിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മേന്മ. കണ്ടോ, ഇതൊക്കെ വളരെ നല്ലൊരു മെത്തേഡുകളാണ് ഈ കാണുന്നതൊക്കെ. പല വീടുകളിലും ഇപ്പോൾ വിദേശത്ത് ജോലിയുള്ള മക്കളുടെ
മക്കളുള്ളവർക്കൊക്കെ പേരൻസിനെ തനിച്ചാക്കിയിട്ട് പോകുന്നവരുടെ പല വീടുകളിലും ഇതുപോലുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. അവർക്ക് കാണാനും കേൾക്കാനും അതുപോലെ അടുത്ത് നിന്ന് ചെയ്യും പോലെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ദൈനംദിനം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. അടുത്ത ഇല്ല എങ്കിൽ പോലും അടുത്തുള്ളവരെ അറിയിക്കുവാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീട്ടിൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയിക്കുവാനും ഒക്കെ മക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രയോജനം. ഇതാണ് നമ്മൾ ഗേറ്റ് തുറക്കുന്നത്. നമ്മൾക്കിപ്പോൾ ഗേറ്റിന് പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇതാണ് മോഡുലാർ ഡോർ സിസ്റ്റം. ലോകത്ത് എവിടെ ഇരുന്ന് കൊണ്ടും ആളെ കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഗേറ്റ് തുറക്കാനുള്ള ഒരു സംവിധാനമാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ആ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു തരത്തിലും അതിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വീട്ടിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾക്ക് വിദേശത്തുള്ള മക്കളെ ഇവിടെ നിന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്വിച്ച് ഉണ്ട്, അത് അമർത്തിയാൽ അവരോട് സംസാരിക്കാൻ പറ്റും, അവരെ കാണാൻ പറ്റും. തമ്മിൽ സംസാരിച്ച് ഗേറ്റ് തുറന്ന് ഗേറ്റ് അവർ തുറന്ന് അവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് അവർ തുറന്നു തരും. അതിനനുസരിച്ച് നമ്മൾ അകത്ത് കയറി ഡോറ് വരെ അവർ തുറന്നു തരും. അങ്ങനെ നമുക്ക് അകത്ത് കയറി അവരെ കാണുവാനും സന്ദർശിക്കുവാനും ഒക്കെ സാധിക്കും. ഇനി അതല്ല വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായാലോ നമ്മൾക്ക് പെട്ടെന്ന് ഓടിക്കയറുവാനും ഒക്കെ സാധിക്കുന്ന നല്ലൊരു മെത്തേഡാണ് ഇതൊക്കെ. കണ്ടോ, ഇത് ഗേറ്റിന് പുറത്താണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ വിദേശത്തിരിക്കുന്ന മക്കൾക്ക് നമ്മളെ ഗേറ്റിൽ ആരൊക്കെ വരുന്നു പോകുന്നു, അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുക, തുറക്കുക, അതൊക്കെയാണ് ഈ ഒരു മോഡുലാർ ഡോർ സിസ്റ്റം കൊണ്ട് ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഇതൊക്കെ വളരെ പുതിയ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെയാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.